ഹായ് നമസ്കാരം, ഞാൻ ജിരേഷ് ചിത്രമ്പള്ളി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കിടിലം വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന കണ്ടില്ലെങ്കിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലുള്ള കാട്ടിപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു ഭജനമഠം, അയ്യപ്പ ഭജനമഠം ഉണ്ട്. പിന്നെ ഈ കാണുന്നതൊരു പകൽ വീട് എന്ന് പറഞ്ഞ പ്രായമായുള്ള ആൾക്കാരൊക്കെ വന്നിരിക്കാനും അവർക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മൾ ഈ റോഡ് വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്ന് ഒരു 16 കിലോമീറ്റർ മാത്രം മാറിയിട്ട് നെല്ലിയടുക്കം വഴി പരപ്പയ്ക്ക് പോണ റോഡാണ്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നെല്ലിയടുക്കത്തിന് പോണ റോഡാണ്. ഈ റോഡ് തിരിച്ചിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പരപ്പയിലോട്ട് പോണ റോഡാണ്. ഏകദേശം ഒരു 9 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് പരപ്പയിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. ഒരുപാട് വണ്ടികളൊക്കെ ബസ് റൂട്ടൊക്കെ ഉള്ള ഒരു റൂട്ടാണിത്. ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂട്ടാണ്. ഇവിടെ ഈ കാണുന്ന ഒരു 50 സെൻറ്റ് സ്ഥലം ലെവലായിട്ടുള്ളൊരു പ്ലോട്ട് നിങ്ങൾക്ക് വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലനൊരു 50 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞതാണ്. ഇവിടുന്നാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടേജ് തുടങ്ങുന്നത്. ഇവിടുന്ന് താഴോട്ട് കിടക്കുകയാണ് പ്ലോട്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലെ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ മതിൽക്കെട്ട് വരെയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ്. നമുക്ക് കറണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റും സംഭവങ്ങളൊക്കെ നമ്മളെ റോഡിൽ തന്നെ ഉണ്ട്. ഇനി ഒരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് എടുക്കാനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ബസ്സൊക്കെ ഓടുന്ന റൂട്ടാണ്. നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള സ്കൂൾ എന്ന് പറഞ്ഞാൽ നെല്ലിയടുക്കത്ത് പോയി കഴിഞ്ഞാൽ UP സ്കൂളുണ്ട്. ഏകദേശം ഒരു നടക്കാനുള്ള ദൂരത്തിന്, ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നടക്കാനുള്ള ദൂരം മാത്രമേ നമുക്ക് ഈ ഒരു നെല്ലിയടുക്ക സ്കൂളിലോട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പരപ്പയിലോട്ട് പോയി കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ സംഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരപ്പയിലുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കരിന്തളത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നീലേശ്വരത്തിന് വെറും 16 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തു നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ട് കണ്ടില്ലെങ്കിൽ ലെവലായിട്ട് കിടക്കുന്ന ഒരു ഭൂമിയാണ്. അടുത്തൊക്കെ ചുറ്റുപാടും ഇഷ്ടംപോലെ ഒരുപാട് വീടുകളുണ്ട്. അതേപോലെയൊക്കെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. നമുക്ക് അടുത്ത് തന്നെ സ്കൂള് ഹോസ്പിറ്റലുകളൊക്കെ അടുത്തടുത്തുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ് റൂട്ടുള്ളതുകൊണ്ട് പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ വിടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ കണ്ടില്ല നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ഒരു സൈഡിൽ വീടുകളുണ്ട്, ഒരുപാട് വീടുകളുണ്ട്. നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് ഇതിനകത്ത് കുറച്ചൊരു 10-100ഓളം റബ്ബർ മരങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിനകത്തുള്ള റബ്ബർ മരങ്ങൾ. ഇതേപോലത്തെ ഏകദേശം ഒരു 100ഓളം റബ്ബർ മരങ്ങളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. ഇത് കണ്ടില്ല, ഇത് ഏകദേശം ഈ ഒരു ഭാഗം മാത്രം തീർന്നിട്ടുള്ളൂ. ഇപ്പുറത്തെ ഭാഗം ഇതുവരെ ടാപ്പിങ് ചെയ്തിട്ടുള്ള 105 ഇനത്തിൽപ്പെട്ട അത്യാവശ്യം നല്ല പാലൊക്കെ കിട്ടുന്ന നല്ല മരങ്ങളാണ് കേട്ടോ. പിന്നെ ചുറ്റുപാടിൻ്റെ മെയിൻ എന്താ വെച്ചാൽ നമുക്കിതൊരു പ്ലോട്ടായിട്ട് കൊടുക്കാൻ ചെയ്യാം. നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലോട്ടായിട്ട് നിങ്ങൾ ഫാമിലിയിൽ ആരെങ്കിലൊക്കെ റിലേറ്റീവ്സ് ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ആൾക്ക് കൂടിയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കായിട്ട് എടുക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ ആരെങ്കിലൊക്കെ എന്താ പറയുക വീടോ സ്ഥലങ്ങളൊക്കെ ഇതേപോലെ പ്ലോട്ടായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അവർക്കും എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. കാരണം ഒരു ബസ് റൂട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കച്ചവടമായി പോവുകയും ചെയ്യും. ഈ ഒരു സ്ഥലത്തിൻ്റെ ഉടമ ഇപ്പം നാട്ടിലില്ല, അവർ പുറത്താണുള്ളത്. എന്നോടൊരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ എത്തിയതുള്ളതാണ്. അത്യാവശ്യം ലെവലായിട്ട് കിടക്കുന്ന ഒരു ഭൂമി തന്നെയാണ് കേട്ടോ. അധികം എന്താ പറയുക കച്ചറ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പിന്നെ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിൻ്റെ ഏത് സൈഡിൽ വേണമെങ്കിലും വരാനുള്ള സൗകര്യത്തിന് റോഡൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരികയും ചെയ്യും. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് നമുക്ക് കണ്ണൂർ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 71 കിലോമീറ്ററും നമുക്ക് കാഞ്ഞങ്ങാട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 27 കിലോമീറ്ററും കാസർഗോഡിന് ഒരു 53 കിലോമീറ്ററാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നീലേശ്വരമാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുത്താൽ ഉണ്ടല്ലേ, വണ്ടിയൊക്കെ പോണത് നമുക്ക് ഇവിടുന്ന് തന്നെ കാണുകയും ചെയ്യാം. വേറെ അങ്ങനത്തെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കച്ചറ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ചെറിയൊരു 1-2 മരങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. കാട്ടുമരങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മരങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തൊക്കെ വീടുകളുണ്ട്, നമുക്ക് കിണറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ അടുത്തുണ്ട്. പിന്നെ ഒരുവിധം കുറേ ആൾക്കാർ ബോർവെല്ലാണ് അടിക്കൽ. കിണറൊക്കെ ഇതാകണം ഈ ഒരു പ്ലോട്ടിൻ്റെ അപ്പുറത്ത് കിണറൊക്കെ കുത്തിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. പിന്നെ
ഇത്രയൊക്കെയാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓണറായിട്ട് ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓണർ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും 50,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓണറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം ആയുർവേദ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ലൊക്കേഷന്. കാണണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. നല്ലൊരു കിടിലനൊരു പ്ലോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. നമ്പർ 98 95 18 18 86 ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.